ഹായ്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ലപോലെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. കൊറിയൻ ബ്യൂട്ടിയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിൽ കൂടിയും എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഒരു 90s കിഡ്സ് ഉണ്ടല്ലോ, 90s കിഡ്സിൽ എല്ലാവരും അല്ല, കുറേ പേര് അറിവുള്ളവരുണ്ട് കേട്ടോ. പലർക്കും ഇപ്പോഴും എങ്ങനെ മേക്കപ്പ് ചെയ്യണം, എങ്ങനെയാണ് ഹെൽത്ത് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്കത് ബോഡിക്ക് നല്ലതായിട്ടുള്ളത്, ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ ഫുഡ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒരു ധാരണയില്ലാത്ത, അതുപോലെ ഡ്രസ്സിനെ പറ്റി ഡ്രസ് സെൻസ് ഇല്ലാത്ത, ഡ്രസ് സെൻസ് തീരെ ഇല്ല എന്നല്ല, ഏത് രീതിയിലുള്ള ഡ്രസ്സുകളാണ് എനിക്ക് ചേരുക, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ചേരുന്ന കളർ ഏതാ, ഇതിട്ടാൽ എനിക്ക് ചേരുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു യാതൊരു ധാരണയില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അത് എന്താ പറയുക, വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇന്നത്തെ ട്രെൻഡിനെ പറ്റിയും ഇന്നത്തെ പുതിയ കാര്യങ്ങളെ പറ്റിയും യാതൊരു ധാരണയില്ലാത്ത ആൾക്കാർ. അപ്പം ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ചുറ്റുവട്ടത്തിനാൽ എൻ്റെ കുറേ ഫ്രണ്ട്സിന് തന്നെ യാതൊരു ധാരണയില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ എന്തൊക്കെയോ കൊണ്ട് വീട്ടിൽ ഒതുങ്ങിപ്പോയി അവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, ഇതിനെപ്പറ്റി ഞാനിപ്പോൾ കാണിക്കുന്ന പല പ്രോഡക്റ്റിനെ പറ്റിയും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോസ് കൂടുതലും, അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ കൂടുതൽ ഓറിയൻറ്റ് ചെയ്യുന്നത് കേട്ടോ. കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണ്. അപ്പോൾ വെച്ചാൽ കമൻസിൽ ധൈര്യമായിട്ട് വന്ന് ചോദിക്കാം. ഏതെങ്കിലും പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ എന്താണ് അടുത്ത നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ധൈര്യമായിട്ട് ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറച്ച് പേര് കമൻസിൽ ചോദിക്കാൻ നാണക്കേടുള്ളതുകൊണ്ട്, എനിക്കിതിനെപ്പറ്റി പോലും അറിയില്ല എന്ന് നാട്ടുകാർ വിചാരിക്കില്ലേ ഓർത്തിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ. അപ്പോൾ എനിക്കതിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ചിലവർക്കിത് പാഷനായിരിക്കും. ചിലർ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ഹെൽത്ത് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ സൗന്ദര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ മറക്കരുത്. നമുക്ക് കൂടി ഒന്ന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രായം കഴിയുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ അവരുടെ കാര്യം നേടി അല്ലെങ്കിൽ അവരുടെ കാര്യം തേടി പുറത്തോ പഠന കാര്യത്തിനോ ജോലി കിട്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇരുന്ന് വിചാരിക്കും, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്. അപ്പോൾ സ്വന്തം ഹെൽത്തും സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്യുക. ആരും ഗിഫ്റ്റ് വാങ്ങി തരാനില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഗിഫ്റ്റ് വാങ്ങി സ്വയം സന്തോഷിക്കുക, അല്ലേ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? നമ്മുടെ അമ്മയാണോ, അച്ഛനാണോ, മക്കളാണോ, ഭർത്താവാണോ? അല്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാന്നറിയോ? നമ്മൾ തന്നെയാണ്. അതുപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളും നമുക്ക് തന്നെയാണ്, അല്ലേ? നമ്മൾ എത്ര ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും, നമ്മുടെ അറിയില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഉണ്ടാവും, അല്ലേ? നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്, നമുക്ക് എന്തൊക്കെയാണ് വീക്ക്നെസ് ഉള്ളത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്നുള്ളത് നമുക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പറ്റുക. അപ്പം അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്നത് 35+ ആയിട്ടുള്ള വീട്ടമ്മമാരുണ്ടല്ലോ, വർക്ക് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുണ്ടാവുമല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓരോ ദിവസവും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ തള്ളി നീക്കി പോകുന്ന വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ ചെറിയൊരു മനസ്സിനൊരു മാറ്റം വരുമെങ്കിൽ അത്രയും നല്ലൊരു കാര്യം. നമുക്ക് വേണ്ടി കുറച്ച് ചേഞ്ചസ് വരുത്തുക. എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ, ജിമ്മിൽ ചേരാൻ പറ്റുമെങ്കിൽ ജിമ്മിൽ ചേരാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നൃത്തം പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ വെച്ചിട്ട് പല സ്ഥലത്തും ഇപ്പോൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ക്ലാസ് നടത്തുന്നുണ്ട്, അങ്ങനെ ചേരാം. പാട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പാട്ട് പഠിക്കാം. ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിന് ചേരാം. എന്താണോ നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചെറിയ പ്രായത്തിൽ ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, അത് നമുക്ക് ഈ ഒരു പ്രായത്തിൽ നേടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഡ്രൈവിംഗ് അറിയില്ലാത്ത ആൾക്കാർക്ക് ഡ്രൈവിംഗ് ചെയ്യാം, ഡ്രൈവിംഗ് പഠിക്കാം. 2 വീലർ 4 വീലർ ഇതൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമ്മൾ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ഉള്ളിൽ തോന്നൽ വരും. അത് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, എന്നാൽ ഒരു സപ്പോർട്ടും ഇല്ല എന്നുള്ളത് മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്താ ചെയ്യുക? സ്വയം
പൊങ്ങി വരിക. നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ബൂസ്റ്റപ്പ് ചെയ്യുക. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാം. പക്ഷെ എല്ലാത്തിൻ്റെ അർത്ഥം ഒന്നാണ്. സ്വയം സ്നേഹിക്കുക. അതിലോടുകൂടി നമ്മുടെ ഇന്നത്തെ ലോകത്തിനെ കുറച്ചുകൂടി കളർഫുള്ളാക്കുക. അതിലോടുകൂടി നമ്മളൊരു പൂമ്പാറ്റയായി പാറി പറന്ന് നടക്കുക. ഓക്കെ ഓക്കെ, അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. നമസ്കാരം, ബൈ.